കസ്റ്റഡി കൊലപാതക കേസിലെ പ്രതികളായ 4 പോലീസ് ഉദ്യോഗസ്ഥരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി ഈ നിയമ പോരാട്ടത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്ത ആ ഒരു ഇടപെടൽ തന്നെയാണ് ഈ കേസിനെ ഇതുവരെ എത്തിച്ചത്. ഹാരിസ് ജിഫ്രി ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയയിൽ. ശ്രീ ഹാരിസ് ജിഫ്രി, നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് ആദ്യവാരം മുതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും താങ്കൾ അടിയുറച്ചു നിന്നു. സഹോദരനെ കൊലപ്പെടുത്തിയ ആളുകൾ അത് ഇപ്പോൾ പിടിയിലായവർ മാത്രമല്ല, ഇനിയുമുണ്ട്, CBI വരണം. അങ്ങനെ ഓരോ ഘട്ടത്തിലും താങ്കൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ആ സന്തോഷം പങ്കിട്ട് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മുടെ ഈ പടയോട്ടം തന്നെ പറയാം. പടയോട്ടത്തിൽ റിപ്പോർട്ടർ ചാനൽ നമുക്ക് നിന്ന സപ്പോർട്ട് വളരെയധികം എന്താ പറയുക, അഭിനന്ദനം അറിയിക്കുന്നതാണ്. കാരണം സാധാരണക്കാരനായ ഒരാൾക്ക് ചിലപ്പോൾ എല്ലായിടത്തും എത്തിക്കൊള്ളണമെന്നില്ല, എത്തിപ്പെടാൻ പറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെപ്പോലുള്ള മീഡിയ ആയാലും മറ്റുള്ള സഹായങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് ഈ നിലയിൽ ഇവിടെ എത്തിയത്. അറിയാമല്ലോ, താമിർ ഒരു ലഹരി കച്ചവടക്കാരൻ, ലഹരി മരുന്ന് അമിതമായി കഴിക്കുന്നയാൾ, അങ്ങനെ മരണം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന വേളയിൽ പോലും ആദ്യമായി വരുന്ന പ്രതികരണങ്ങൾ പോലും ആ രീതിയിലായിരുന്നു. അങ്ങനെ തേഞ്ഞുമാഞ്ഞില്ലാതാകാമായിരുന്ന ഒരു കേസായി പോയേനെ എന്ന് താങ്കൾക്കും ഭയമുണ്ടായിരുന്നു? അങ്ങനെയാണ് ഇതൊരു പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത് ലഹരി ഓവറായിട്ട് കഴിച്ചു മരിച്ചു, ജസ്റ്റ് അത്രയേ ഉള്ളൂ. അവർക്ക് സിമ്പിൾ. പക്ഷേ എന്താണെന്നുള്ളത് നമ്മുടെ ആവശ്യമായി മാറി. പോലീസുകാർക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടെ കണ്ട അത്രയും ദിവസം. അതായത് ഫസ്റ്റ് മുതൽ നമ്മൾ ആ പോലീസുകാരുമായിട്ടുള്ള മനസ്സിലാക്കിയത് അങ്ങനെയൊന്നും സംഭവിക്കില്ല, അത് അവന് സംഭവിച്ചു പോയതാണ്, അവന് കൂടുതൽ ചെയ്തു. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് ഇത്രയും പരിക്കുക. അപ്പോൾ നമ്മൾ ബോഡി കാണുമ്പോൾ ബോഡി തന്നെ കറക്റ്റായിട്ട് നമ്മൾ കണ്ടു അന്ന് ഇൻക്വസ്റ്റ് സമയത്ത്. പക്ഷെ അതുപോലും അവർ മൈൻഡ് ചെയ്യാതെയാണ് പോലീസ് അവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ അവരിത് ഒരു സിമ്പിളായിട്ട് ലഹരി കഴിച്ച്, അതായത് സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു. എൻ്റെ അറിവിലോ ഞങ്ങളെ കുടുംബത്തിൻ്റെ അറിവിലോ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയില്ല. സിഗരറ്റ് നല്ല വലിക്കാറുണ്ടായിരുന്നു. ആദ്യം മുതലേ സിഗരറ്റ് നല്ല വലിക്കാറുണ്ട്. മറ്റുള്ള ഈ പറഞ്ഞ പോലെ MDMO അത് നമ്മളെ കാഴ്ചയിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഇതില്ല നമ്മുടെ നമുക്ക് ആർക്കും അതിനെ പറ്റിയൊരു അറിവില്ല. ഈ ചേളാരിയിൽ നിന്ന് താമറിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു, താനൂരിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ ഈ DYSP VV ബെന്നി അടക്കമുള്ളവർക്കൊക്കെ ഒരു താല്പര്യം ഈ കേസിൽ വരാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരാൻ ആളുകളെ അയക്കാനുള്ള, ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാനൊക്കെയുള്ള ഒരു മോട്ടീവ് ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടോ? അങ്ങനെ ഡയറക്റ്റായിട്ട് അറിവില്ല. പക്ഷെ നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അവരൊരു ഗ്യാങ് ആയിട്ടാണ് വർക്ക് ചെയ്യണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്ത്. കാരണം ഒരാൾ സഹായിക്കാൻ, അത് ഞാനവിടെ ബെന്നിയെ നേരെ മീറ്റ് ചെയ്തതാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ഞാൻ അവരെ പോയി FIRൻ്റെ കോപ്പി വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ബെന്നി സാറ് പറഞ്ഞു, ഞങ്ങളങ്ങനൊന്നും ചെയ്യില്ല, കാരണം ഇവിടെയൊക്കെ ക്യാമറകളുണ്ട്, ഞങ്ങൾ ഒരാൾ പോലും ഒരാളെ തൊടില്ല, അവനത് കഴിച്ചിട്ട് അവൻ്റെ ഉള്ളിലായി അങ്ങനെ മരിച്ചതാണെന്നുള്ള രീതിയിലാണ് അവന് പറഞ്ഞത് എന്നോട്. ഞാൻ പറഞ്ഞു അതൊരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, കാരണം ഞങ്ങളത് ഇപ്പോൾ സിനിമയിലെ കാണുന്ന പോലെ ഒരു മരണമാണ് ഇപ്പോൾ അനിയന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സിനിമയിലെ സംഭവിക്കുള്ളൂ, പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് കൊണ്ടാണല്ലോ മരിച്ചത്, അത് നിങ്ങൾ സമ്മതിച്ചു തരാത്ത കുഴപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതി ഉണ്ടാവും. അതിപ്പോൾ പോലീസാണ് എന്നുള്ള ഇതുകൊണ്ട് നമുക്ക് പൊതുവേ നമ്മൾ പോലീസിനെ പറ്റി പൊതുവേ ആർക്കും കൂടുതൽ പറയാൻ, ഇപ്പോൾ ഒരാളെ പറ്റി പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആയി പോകുമോ എന്നുള്ളൊരു ചിന്തയാണ് ഈ പൊതുവെ സമൂഹത്തിലുള്ളത്. പോലീസിനോട് കളിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ കേസുമായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കേസായി അതിന് ശേഷം ഇപ്പോൾ 8 മാസം 9 മാസമായി പലരോട് പലരും അഭിപ്രായം പറയും,
അത് പോലീസല്ലേ. ഒരിക്കലും അത് അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല, അത് മായ്ച്ച് കളയും. പലരും നെഗറ്റീവ് തോട്ട്സ് കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് അവരോട് പറഞ്ഞവർ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കി പറയും, ഇല്ലാത്തവരോട് ഒന്നും പറയാതെ ചിരിച്ചാണ്ട് പോകും. നമ്മളെന്താണ് വിഷൻ അത് ആ രീതിയിൽ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു അറസ്റ്റിലെത്തി. ബാക്കി ഇനി എന്താണെന്നുള്ളത് എന്താ പറയുക CBIൻ്റെ ബാക്കിയുള്ള രീതികൾ നമുക്ക് മനസ്സിലാക്കാം, എന്താ അന്വേഷണ ഭാഗമായിട്ട് നമുക്ക് കാണാം. തീർച്ചയായും. ഇപ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിന് ഒരു കേസിന്റെ പിന്നാലെ അല്ലെങ്കിൽ ഒരു കേസിൽ ആദ്യം ഒന്ന് റിപ്പോർട്ട് ചെയ്യുക, അതിനുശേഷം വേണമെങ്കിൽ ആ വാർത്തയിൽ നിന്ന് മാറി മറ്റൊരു വാർത്തയിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലായ ഘട്ടത്തിലാണ് ഈ വാർത്ത ഞങ്ങൾ ഏറ്റെടുക്കുന്നതും ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നതും. അതിൽ മുബഷീറും അഷ്കറും ഒക്കെ പലതവണ ഹാരിസുമായി സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ. അതിൽ ഒരു കൃത്യമായ ഒരു താല്പര്യം വരുന്നത് ഇതിൽ ഒരു അനീതി സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. പക്ഷേ ആ അനീതിയാണ് നടന്നത്, ഒരാളെ കൊലപ്പെടുത്തിയതാണ് എന്ന് പ്രാഥമികമായി ബോധ്യമാകുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടും അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ ചിലരെങ്കിലും അവിടെ ശ്രമിച്ചിട്ടുണ്ടോ ഹാരിസ്? തീർച്ചയായും. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്നും ഇടപെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഒരു ഇതിനൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത്രയും വലിയൊരു ഇതുണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു പലരും. കാരണം ചേളാരിയിൽ നിന്നാണ് പിടിച്ചത്, അവരെ CCTV മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. കാരണം നമ്മളറിയില്ലല്ലോ പോലീസ് ഏതൊക്കെ രീതിയിലാണ് അവർ അന്വേഷിക്കുന്നത്, അവർക്ക് എന്തൊക്കെ സമ്മർദ്ദം ഉണ്ടാവും. പല കാരണങ്ങളും ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ വരെ ഇല്ലാണ്ടാവാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ നമ്മളെ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള സമയങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളും അതിൻ്റെ ബാക്കിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടറെ പോലെ മാധ്യമങ്ങൾ അതിൻ്റെ ബാക്ക് തുടർന്നുകൊണ്ടാണ് ഇതിനൊരു എന്താ പറയുക ഒരു വേറൊരു രീതിയിലേക്ക് പോവാതെ ഇതിൻ്റെ കറക്റ്റ് റൂട്ടിൽ തന്നെ സഞ്ചരിക്കാനുള്ള ഒരു കാരണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചു, അതിനുശേഷം ഈ കേസ് രേഖകളൊക്കെ CBIക്ക് കൈമാറി. ഇന്നിപ്പോൾ 4 പോലീസുകാർ, അത് CPOമാരാണ്. ആരാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് കൂടി അറിയേണ്ടതല്ലേ? കാരണം ഒരു കേസിൽ കസ്റ്റഡിയിലിരിക്കുന്ന ഒരാളെ ഇങ്ങനെ തല്ലിച്ചതച്ച് കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായ നിർദ്ദേശമില്ലാതെ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് ചെയ്യില്ല എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഞങ്ങളുടെ അന്വേഷണ വഴിയിലും മനസ്സിലായത് അങ്ങനെയാണ്. താമർ ജിഫ്രിക്കൊപ്പം കസ്റ്റഡിയിലെടുത്തത് 11 പേർ കൂടിയുണ്ട്. അതിൽ 7 പേരെ ആ ദിവസം തന്നെ പറഞ്ഞു വിടുകയാണ്. അവരും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 5 പേരെ ഒന്നിച്ച് എടുക്കുകയും 7 പേരെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അതിൽ താമിറുടെ മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ താമിർ ആയിരുന്നു ലക്ഷ്യം എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഹാരിസ്? താമിറാണോന്ന് ലക്ഷ്യം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കാരണം അതിനെ പറ്റി. പക്ഷേ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എന്താ ഞാൻ പറയാൽ, പല രീതിയിൽ പറയാം അതിനെ പറ്റി. ലക്ഷ്യം അത് താമിറിനെ കുറിച്ച്, താമിർ ജിഫ്രി എന്നുള്ള പേര് തന്നെ അതിലൊരു സ്പെഷ്യലാണ്. അപ്പോൾ ഇനി അവർ വേറെ എന്തെങ്കിലും ലക്ഷ്യം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കറക്റ്റ് ഇല്ല. കാരണം അവർ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത്, ഏത് രീതിയിലാണ് താമിറിനെ ഇത്രയും അടിക്കാനുള്ള കാരണം. ചിലപ്പോൾ ആ ഒരു ടീമിൽ എന്താ പറയുക, എങ്ങനെ ഒരു സ്നേഹമുള്ള, അതായത് കൂട്ടുകാരനാണ്. അപ്പോൾ നിങ്ങളെ ബൈറ്റിൽ തന്നെ ഉണ്ട്, കൂട്ടുകാരന് വേദന ഉണ്ടാവും, സാർ അവനെ അടിക്കേണ്ട, അവൻ നെഞ്ചുവേദന എന്ന് പറഞ്ഞപ്പോൾ അവനുള്ള അടിക്കാനുള്ള അടിയും കൂടെ താമിറിനാണ് അടിച്ചുള്ളത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തനായ ഒരാളാകുന്ന രീതിയിലാവും ഇവന്. കാരണം ഇവനക്ക് വേദന ഉണ്ടോ, എന്നാൽ അവിടെ കിടക്കട്ടെ, നീ കൊണ്ടോ അവൻ്റെ അടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ആ 12 പേരിൽ 5 ആളിൽ ഏതോ ഒരുത്തനാണ് നെഞ്ചുവേനുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു അടിയും കൂടി അനിയനാണ് വാങ്ങിക്കൂട്ടിയുള്ളത്. അങ്ങനെ അവർ എന്ത് ഉദ്ദേശത്തിലാണ് ഈ സംശയം നമുക്ക് തെളിയിക്കാനുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരാണ് ഇങ്ങനൊരു കൃത്യം ചെയ്യാൻ പറഞ്ഞതെന്നുള്ളത് അത് വ്യക്തമാവട്ടെ. അപ്പോൾ അതിനെ പറ്റി എനിക്കൊന്നും പറയാൻ കഴിയില്ല.
ഇപ്പോൾ CBIയുടെ ആ അന്വേഷണത്തിൽ ഒരു ചോദ്യമാണ് എനിക്കിപ്പോൾ ഉള്ളത്. തീർച്ചയായും ആ ഒരു ചോദ്യം നമ്മുടെയും മനസ്സിൽ നിൽക്കുകയാണ്. കാരണം താമിറിനെ നമ്മളാരും കണ്ടിട്ടില്ല. താമിറിന്റെ മരണമാണ് ആദ്യമായിട്ട് ഒരു വാർത്തയായി വായിക്കുന്നത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ താമിർ ജിഫ്രി എന്ന പേര് കേൾക്കുന്നത് പോലും ഈ 1-ാം തീയതിയാണ്, ഓഗസ്റ്റ് 1-ാം തീയതി മാത്രമാണ്. പക്ഷേ അന്ന് മുതൽ ഇങ്ങോട്ട് താങ്കൾ ഒരു സഹോദരൻ ഉണ്ടാകുന്ന ഒരു വിഷമം തന്നെ നമുക്കും അതേ രീതിയിൽ അനുഭവപ്പെടാനുള്ള ഒറ്റ കാരണം ഒരാളെ കസ്റ്റഡിയിലെടുത്തു. അയാൾ ഏത് കുറ്റവും ചെയ്ത ആളായിക്കോട്ടെ, നിയമപരമായി അയാളെ ശിക്ഷിക്കാം. അതിനു പകരം തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് ഒരു കാടൻ രീതിയാണ്. ആ കാടൻ രീതിയെ നമുക്ക് അംഗീകരിച്ച് അതിന് നേരെ കണ്ണടയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിനും കഴിയില്ല. അത് മാത്രമേ ഞങ്ങളും ചെയ്തിട്ടുള്ളൂ. ഇവിടെ അറിയേണ്ടത് ഡിവൈഎസ്പി VV ബെന്നി, താനൂരിലെ ഡിവൈഎസ്പിക്ക് ഈ കേസിൽ എന്തെങ്കിലും താല്പര്യം പ്രത്യേകമായി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. കാരണം SA കൃഷ്ണലാലിന്റെ വാക്കുകൾ ഹാരിസും കേട്ടല്ലോ, ഞങ്ങളോട് സംസാരിക്കുന്ന TV പ്രസാദിനോട് സംസാരിക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ കൃത്യമായി ഫ്രെയിം ചെയ്യാൻ പറയുകയാണ്, അല്ലെങ്കിൽ മൊഴിയൊന്ന് ഷേപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഷേപ്പ് ചെയ്യുന്നത്, ഒരു തിരക്കഥ രചിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? അത് തന്നെയാണ് നമ്മളെ സംശയം. കാരണം 12 പേരിൽ താമിറിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് താമിറിനെ ടാർഗറ്റ് ചെയ്ത് ഇത്രയും അടിച്ചത് എന്നുള്ളത് ഒരു സംശയം, വലിയൊരു സംശയമാണ്. ആ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാക്കിയുള്ള 7 പേരെ വിട്ടയക്കുന്നു, ബാക്കി 4 ഇവരെ 5 പേരെ അവിടെ അറസ്റ്റ് ചെയ്യണു. അപ്പോൾ ഈ 12 പേര് ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയൊരു തിരക്കഥയാണ്. അതിലൊരു ഈ പ്ലാനിങ് പൊട്ടിയത് അനിയൻ്റെ മരണമാണ്. അതിന് ശേഷം അവർ ആ മരണത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് കണ്ടത്. അതുവരെ അവരെ പ്ലാനൊക്കെ ഒരുവിധമൊക്കെ ക്ലിയർ ആയിരുന്നു. DYSP ബെന്നിക്ക് ഇതിൽ പ്രത്യേക താല്പര്യം ഉണ്ടോ എന്നിപ്പോൾ നമ്മളെ കൃഷ്ണലാലിൻ്റെ ചർച്ചയ്ക്ക് നമ്മൾ കേട്ടതാണ്. പക്ഷെ അതിലുപരി ഇപ്പോൾ എനിക്ക് പറയാൻ വയ്യ. പിന്നെ DYSPക്ക് SP അല്ലെങ്കിൽ DYSP ആരെങ്കിലും ആവുമല്ലോ ഈ സ്ക്വാഡിനെ നിയന്ത്രിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവാമെന്ന് പറയാൻ പറ്റില്ല. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരേണ്ടതാണ്. താങ്കൾ CBIയോട് അക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതായത് ആരാണ് ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാൻ നിർദ്ദേശം നൽകിയത്, മരണത്തിലേക്ക് നയിച്ചത്? അതായത് കൊല്ലുന്നവർക്കൊപ്പം തന്നെ കൊല്ലാനായി നിർദ്ദേശം കൊടുക്കുന്നവർ, ക്രൂരമായി അവനെ അടിച്ചൊതുക്കിയേക്ക് എന്ന് നിർദ്ദേശം കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം എത്തേണ്ടതല്ലേ? താങ്കൾ അക്കാര്യം CBIയോട് അവർ താങ്കളുടെ മൊഴിയെടുക്കാനൊക്കെ വന്നപ്പോൾ പറഞ്ഞിരുന്നു? തീർച്ചയായും ഞാൻ പറഞ്ഞു, ഇത് ഈ ഒരു 4 പോലീസ് സ്റ്റേഷനിൽ ഒതുങ്ങാൻ പാടില്ല. കാരണം പൊതുവെ എല്ലാ കേസിലും ഉള്ളതാണ്. ഏതെങ്കിലും 4 കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ, അവരൊക്കെയാണ് ഇതിൽ ബലികേടാവുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ചെയ്യാതിരിക്കാം, പക്ഷേ അവരിതിൽ അന്വേഷണം മുടങ്ങും. അതിന് ശേഷം അതിന് മേലേക്കുള്ള ഒരാളെയും ഒരു അന്വേഷണം ഉണ്ടാവില്ല. പക്ഷേ ഈ 4 പേര് പോയാൽ അടുത്ത 4 പേര് വരും. ഈ പറഞ്ഞ വലിയ ടീംസുകളൊക്കെ നമ്മുടെ പോലീസിലോ ആയാലോ മറ്റുള്ള സ്ഥലത്തുണ്ടാവും. അപ്പോൾ അവർ ഇതേ പണീനെ മറ്റുള്ളവർ കൊണ്ട് ചെയ്യിക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 4 കോൺസ്റ്റബിൾ ഇപ്പോൾ അറസ്റ്റിലായി, അവരൊക്കെ ജോലി പോയി എന്ന് കരുതുക. ബാക്കി 4 പേരും അടുത്ത ഡാൻസ് ആപ്പ് ടീം വരുമല്ലോ. അപ്പോഴും ഈ സാർമാരാണോ ഇവരെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ താമിർമാർ വേറെയും വരും. അപ്പോൾ ആ ഒരു അന്വേഷണം ഇതിൽ നിൽക്കാതെ മേലോട്ട് ഇത് ആര് ചെയ്തു, അല്ലെങ്കിൽ ആരാണ് നിർദ്ദേശം കൊടുത്തത്, എന്തിനു വേണ്ടിയാണ്, ഇതെല്ലാം ഈ SP ആയിക്കോട്ടെ, DYSP ആയിക്കോട്ടെ, CI ആയിക്കോട്ടെ, ആരാണ് അതിൽ ഏതൊക്കെ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നതാണ് നമുക്കും പറയാനുള്ളത്. കൃത്യമായ ദിശയിലേക്ക് ആരാണോ ഇത് ചെയ്യിപ്പിച്ചത് അവരിലേക്ക് അന്വേഷണം എത്തട്ടെ. താങ്കളുടെ സഹോദരൻ്റെ മരണമാണ് സംഭവിച്ചത്. ആ മരണത്തിന് പിന്നാലെ നടത്തിയ പോരാട്ടമാണിപ്പോൾ 4 പോലീസുകാരുടെ കസ്റ്റഡി വരെ എത്തി നിൽക്കുന്നത്. CBIയുടെ അന്വേഷണം തുടരട്ടെ, അതിൽ സത്യം പുറത്തു വരട്ടെ, സത്യം വിജയിക്കട്ടെ. വളരെ നന്ദി ഹാരിസ് ജിഫ്രി പ്രതികരിച്ചതിന്. താങ്കൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും. റിപ്പോർട്ടർ എന്ന വാർത്താ സംഘം താങ്കൾക്കൊപ്പം ഉണ്ടാകും. താങ്കളുടെ അനുജന്റെ മരണമാണ് അവിടെ നടന്നത്. അതൊരു കസ്റ്റഡി കൊലപാതകമാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അതിൽ നീതി ഉറപ്പാകണമെങ്കിൽ അതിലെ അവസാന കണ്ണി വരെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. വളരെ നന്ദി സഹകരിച്ചതിന്.